പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ഈ പുതിയ ദിവസം അധികമായ ദൈവസ്നേഹം അനുഭവിപ്പാനും, ദൈവത്തോട് ചേർന്ന് നടപ്പാനും, ദൈവമഹത്വം ദർശിപ്പാനും, പാപവഴികളെ വിട്ടുതിരിയുവാനും, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും എല്ലാം ആ വ്യക്തി അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നിലനിൽക്കുന്ന നിത്യതയുടെ അധികമായ പ്രകാശനവും ദൈവം ആ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് പകരുന്നു. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് തന്നെ ഓരോ ദിവസം നടപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള ചില വാക്യങ്ങളും, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും. ഇവിടെ പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. തുടർന്ന് റോമാലേഖനം 5-5 പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 തരത്തിലുള്ള സ്നേഹമുണ്ട്. മനുഷ്യൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം പൂർണ്ണമായും ദൈവത്തിൻ്റെ സ്നേഹമാണ്. മനുഷ്യൻ്റെ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദേഹിയിൽ നിന്നും പുറപ്പെടുന്ന സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപപ്രകൃതത്താൽ മനുഷ്യൻ പാപിയായി തീർന്നു, അല്ലെങ്കിൽ ആദാം ചെയ്ത പാപത്താൽ എല്ലാവരും പാപികളായി തീർന്നു. പാപം ചെയ്ത വ്യക്തിയിൽ നിന്നും ദൈവ സാന്നിധ്യം, ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. അവൻ പിശാചിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി തീർന്നു. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. യേശുകർത്താവ് പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, അവരുടെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നാം വരണമെന്നും, ദൈവസ്നേഹത്താൽ നമ്മൾ നിറയപ്പെടണമെന്നും, ദൈവിക സ്വഭാവത്തിൻ്റെ ഉടമകളായി നാം മാറണമെന്നും, അങ്ങനെ ദൈവത്തോടു കൂടെ വസിക്കുന്ന ദൈവ തേജസ്സിൻ്റെ മക്കളായി നാം ഒരുങ്ങണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തി ആയിത്തീരുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. നഷ്ടപ്പെട്ടു പോയി ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവീയ ജീവൻ അവനിലേക്ക് വരുമ്പോഴാണ് അവൻ ഉയരത്തിലുള്ളത് കാണാനും ആ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവത്തോട്, സ്വരൂപത്തോട് ആ വ്യക്തി അനുരൂപമായി തീരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയിൽ ദൈവത്തിൻ്റെ ജീവനാൽ നിറയപ്പെടുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തി നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ വ്യക്തികളിൽ നിന്നും ഉളവായി വരുന്ന ഒരു ദൈവിക സ്വഭാവമാണ് സ്നേഹമെന്ന് പറയുന്നത്. നമുക്കറിയാം, 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായം 8-ാം വാക്യത്തിലും അതിൻ്റെ 16-ാം വാക്യത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ദൈവത്തിൽ സ്നേഹമാണ് ഉള്ളത്, ദൈവം സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ആ സ്നേഹം ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളിൽ നിന്നും പുറപ്പെട്ടു വരികയാണ്. അത്തരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സ്നേഹത്തെക്കുറിച്ച് ദൈവാത്മാവിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. ആ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മളിൽ നിന്നും പുറപ്പെട്ടു വരുന്ന, അല്ലെങ്കിൽ ആദാമെ പാപപ്രകൃതമുള്ള ജഡത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന സ്നേഹത്തിന് ഒരിക്കലും ദീർഘമായി ക്ഷമിക്കുവാനോ ദയ കാണിക്കുവാനോ സാധിക്കത്തില്ല. ആ വ്യക്തി, അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന അതിനപ്പുറം കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കാനോ മറക്കാനോ പൊറുക്കുവാനോ കഴിയാതെ വണ്ണം ഹൃദയം കഠിനപ്പെട്ടു പോവുകയും ബന്ധങ്ങൾ ശിഥിലമായി തീരുകയും ചെയ്യുന്നത് നാം ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ളൊരു സ്നേഹമല്ല, മറിച്ച് ആദാമ്യ പാപപ്രകൃതമുള്ള മനസ്സുകൊണ്ട് കാര്യങ്ങളെ കാണുന്നതുകൊണ്ടാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്, ദീർഘമായി ക്ഷമിക്കും. അതൊരിക്കലും പരിധിയോ പരാതികളോ പറയത്തില്ല, കുറവുകളോടെ സ്നേഹിക്കും. കാരണം
ഒരു വ്യക്തിയിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ട് വരണമെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സഹായം ഉണ്ടെങ്കിൽ അത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ കാലയളവിൽ, വ്യക്തിബന്ധങ്ങളുടെ കാലയളവിൽ, ഭാര്യ ഭർത്തൃബന്ധം, മക്കളോടുള്ള ബന്ധം, അമ്മയപ്പന്മാർ, സഹോദരങ്ങൾ, അയൽവാസികൾ, കൂട്ടു സഹോദരന്മാർ, ഇങ്ങനെ ബന്ധങ്ങളിൽ ആ, ദൈവത്തിൻ്റെ സ്നേഹം നിറയപ്പെട്ടെങ്കിൽ മാത്രമേ എല്ലാവരോടും സമാധാനം ആചരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ഇരുപങ്കാളുകൾ അതിന് താല്പര്യമില്ലാതെ ബന്ധങ്ങളെ വെട്ടിമാറ്റുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവർ, നാം മനസ്സിലാക്കേണ്ട കാര്യം, ബന്ധങ്ങളെ വെട്ടിമാറ്റുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ, ആ സ്നേഹത്തിൽ നിന്ന് മാത്രമേ ദീർഘമായി ക്ഷമിക്കുന്ന, ദയ കാണിക്കുന്ന ഒരു സ്നേഹം ഉടലെടുക്കത്തുള്ളൂ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവേ, ഇത്തരത്തിലുള്ള ഒരു സ്നേഹമല്ലല്ലോ എന്നിൽ നിന്നും വെളിപ്പെട്ട് വരുന്നത്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം കർത്താവേ, എൻ്റെ ഹൃദയ കാഠിന്യങ്ങളെ മാറ്റണം, ആദാമി പാപപ്രകൃതങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണം, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നാം നിറയപ്പെടുവാനിടയെത്തീരും. തുടർന്ന് പറയാണ്, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്പർദ്ധയില്ലാത്ത സ്നേഹം. തുടർന്ന് പറയാം, സ്നേഹം നിഗളിക്കുന്നില്ല. ഞാനെന്ന ഭാവം, സ്വയനീതി, ഉന്നത ഭാവം, അതൊരിക്കലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിഗളമില്ല. കാരണം ദൈവം തൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗത്തിലെ എല്ലാ മഹിമകളെയും വെടിഞ്ഞിറങ്ങി വന്നിട്ടാണ്. ഫിലിപ്പ ലേഖനത്തിൽ അത് പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി, ക്രൂശിലെ മരണത്തോളം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സ്നേഹം ഒരു വ്യക്തിയിൽ നിറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും നിഗളമുണ്ടാകത്തില്ല. അവൻ എപ്പോഴും സൗമ്യതയും താഴ്മയുള്ളവനായി മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന ആ ദിവ്യ സ്വഭാവത്തോടെ തീരും. തുടർന്ന് പറയാം, അയോഗ്യമായി നടക്കുന്നില്ല. ഓരോ വ്യക്തികളും എങ്ങനെ നടക്കണമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള നടപ്പ് അത് ആ വ്യക്തിയെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും തോന്നത്തില്ല, എന്നാൽ ഒരു ദിവസം വരുന്നു, അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു ഭാര്യ എങ്ങനെ നടക്കണം, ഭർത്താവ് എങ്ങനെ നടക്കണം, മക്കൾ എങ്ങനെ നടക്കണം, അമ്മയപ്പന്മാരെങ്ങനെയായിരിക്കണം, സഹോദരങ്ങൾ എങ്ങനെയായിരിക്കണം, എല്ലാം ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ ആ ഒരു അളവിലേക്ക് ഒരുങ്ങി വരുവാനായിട്ട് സഹായിക്കുന്നത്. തുടർന്ന് പറയാണ്, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥതയാണ് പലവിധമായ പ്രശ്നങ്ങൾക്ക് കാരണം. ഞാൻ എന്നുള്ള ആ ഭാവം നീങ്ങിപ്പോയെങ്കിൽ മാത്രമേ, സ്വാർത്ഥത നീങ്ങിപ്പോയെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കുറവുകളോടെ ഒരു വ്യക്തിക്ക് തമ്മിൽ സ്നേഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സ്വാർത്ഥത നീക്കിക്കളയുവാനായിട്ട് നാം ദൈവകാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചാൽ, കർത്താവേ, സ്വാർത്ഥതയുള്ള മനോഭാവം, സ്വയത്തെ എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ, ഞാനോ കുറയണം നീയോ വളരണം എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ സ്വാർത്ഥത നമ്മിൽ നിന്നും മാറിപ്പോയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മളിൽ നിറയുവാനും നയിക്കപ്പെടുവാനും സാധിക്കത്തുള്ളൂ. തുടർന്ന് പറയാം, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. നമ്മളെപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉള്ളതല്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ദേഷ്യപ്പെടാത്ത, സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമകളാക്കി, ദോഷം കണക്കിടാത്ത, നമ്മളെല്ലാ ദോഷങ്ങളും എഴുതി വച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ പലകളിൽ അത് എഴുതി വയ്ക്കുമ്പോൾ നാം പോലും അറിയാതെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലും ഇത് നമ്മൾ മനസ്സ് വായിക്കാനായിട്ട് തുടങ്ങും. അത് ആ എഴുതി വച്ചിരിക്കുന്ന വ്യക്തികളോട് കയ്പും പകയും വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാക്കാൻ ഇടയെത്തീരും. നമ്മൾ ചെയ്ത കുറവുകൾ ദൈവം ഒരിക്കലും എഴുതി വയ്ക്കുന്നില്ല. കർത്താവ് അതെല്ലാം ക്ഷമിച്ചു. നമ്മുടെ രക്താംബരം പോലെ ചുവപ്പായ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചെങ്കിൽ നാമും കൂട്ടു സഹോദരൻ്റെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, അമ്മയപ്പന്മാരുടെ, സഹോദരങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിക്കണം. ആ കണക്കുകളെല്ലാം നമ്മൾ നീക്കിക്കളയാം. അതുകൊണ്ട് ഇവിടെ ദോഷം കണക്കിടുന്നില്ല. എപ്പോഴും ദോഷം മാത്രമാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുകയും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും പിശാചിന് ഇടം കിട്ടുന്ന വ്യക്തികളായി തീരുവാനിട വരും. നമ്മൾ ഒരിക്കലും അങ്ങനെയാകരുത്. തുറന്നു പറയാം, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ദൈവവചനത്തിലാണ് സന്തോഷിക്കുന്നത്. ദൈവവചനത്തിനൊത്തോളം മനസ്സ് പുതുക്കുമ്പോഴാണ് നാം സന്തോഷിക്കേണ്ടത്. തുറന്നു പറയാം, എല്ലാം പൊറുക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവർ നമ്മളോട് ചെയ്ത എല്ലാം പൊറുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളുടെ എല്ലാ കുറവുകളും ക്ഷമിച്ചെങ്കിൽ നാമും അങ്ങനെ തന്നെ ക്ഷമിക്കണം. അതിൽ കുറഞ്ഞൊന്നും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതൊരു സമർപ്പണമാണ്. കർത്താവെ, അതിനായി എന്നെ സമർപ്പിക്കുന്നു, അങ്ങനെ സഹായിക്കണം കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറച്ച് എല്ലാം പൊറുക്കുന്ന ആ ഹൃദയത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുകയും ആ സ്നേഹം എല്ലാം പൊറുക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളാക്കി നമ്മെ മാറ്റുകയും ചെയ്യും. തുടർന്ന് പറയാം, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു,
എല്ലാം പ്രത്യാശിക്കുകയാണ്. ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ദൈവം ഒരിക്കലും എന്നെ കൈവിടുന്നവനല്ല. മാത്രമല്ല എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സഹിക്കുവാനായിട്ടുള്ള കൃപ ദൈവം നൽകുകയാണ്. ആ കൃപ നമ്മെ ദൈവസ്നേഹം ഉതിർന്നു പോകാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി നമ്മെ മാറ്റും. സ്നേഹം ഉതിർന്നു പോകുന്നുണ്ടോ നമ്മളിൽ നിന്നും? പെട്ടെന്ന് ഹൃദയം കഠിനപ്പെട്ട് നമ്മളുടെ സ്നേഹം ഉതിർന്നു പോകുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹമല്ല, അത് ആദാമെ പാപപ്രകൃതത്താലുള്ള സ്നേഹമാണ്. എന്നാൽ ഇത് താഴെ പറയുകയാണ്, റോമാലേഖനം 5:5, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. പകരുക എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ആവശ്യമാണോ അത്രത്തോളം ദൈവം നമ്മളിൽ പകർന്നുകൊണ്ടേയിരിക്കും. ആ പകർന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം നമ്മളെല്ലാ കുറവുകളും നീക്കിക്കളഞ്ഞിട്ട് യേശുവിനെ പോലെ നമ്മളെ പണിതെടുക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് യേശുവിനെ പോലെ ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹൃദയ കാഠിന്യമുണ്ടെങ്കിൽ അത് മാറ്റി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പകർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ കയ്പും പകയും വെറുപ്പും വിദ്വേഷവും എല്ലാം നീക്കിക്കളഞ്ഞ് കർത്താവിൻ്റെ ആത്മാവിനെ തന്നെ നയിക്കപ്പെടുവാൻ കൃപ പകരണം. കുറവുകളെ ക്ഷമിക്കണം. കർത്താവിൻ്റെ കാൽവരി കുരിശിലെ പുണ്യാഹരക്തത്താൽ എല്ലാവരുടെയും കുറവുകളും അകൃത്യങ്ങളും ലംഘനങ്ങളും കർത്താവെ അങ്ങ് ക്ഷമിക്കുകയും കഴുകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്താൽ എല്ലാവരും നിറയപ്പെട്ട് ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ, ബന്ധങ്ങൾ ഏറ്റവും ഊഷ്മളമായി തീരുവാൻ, അങ്ങയുടെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് നിറയപ്പെടുവാൻ, ഞങ്ങളെ കാണുന്നവർ യേശുവിനെ കാണുവാൻ, ക്രിസ്തുവിൻ്റെ പത്രമായി തീരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപകൾക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.